വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വീണ്ടും മത്സര രംഗത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പം നമ്മുടെ ഒരു പുള്ളിയുടെ പുറകിലോട്ടൊക്കെ ചിന്തിച്ച് എവിടെ നിർത്തിയും തോൽപ്പിച്ചെടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഇമേജ് വന്നു കഴിഞ്ഞു. അപ്പം മുരളീധരൻ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വിജയ സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത കാണാൻ കഴിയുമോ? നിലവിലത്തെ സാഹചര്യം വെച്ചിട്ടും കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇതുവരെയായി കെ മുരളീധരനോട് കാണിച്ചിട്ടുള്ള ചില സമീപനങ്ങൾ വെച്ചിട്ടും കെ മുരളീധരൻ ഒരു അഗ്നിപരീക്ഷയാവാനാണ് സാധ്യത. ഉമ്മൻചാണ്ടി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിലും ഒടുവിൽ ഉമ്മൻചാണ്ടി കെ മുരളീധരന്റെ രക്ഷകനായി അവതരിക്കുന്നത് അദ്ദേഹത്തെ വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പറഞ്ഞു വിടുമ്പോഴാണ്. അവിടെ നിന്നിട്ടാണ് ഒരു MP എന്നുള്ള നിലയിൽ, ലോക്സഭ MP എന്നുള്ള നിലയിൽ മുരളീധരൻ ശക്തനായി മാറുന്നത്. നമ്മൾ പരിശോധിച്ചാൽ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ നിന്നിടത്തുള്ള ഏറ്റവും അധികം തോൽവിയുടെ കയ്പ് നീർ കുടിച്ചിറക്കിയ ഒരു രാജകുമാരനാണ് ശരിക്കും കെ മുരളീധരൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജകുമാരൻ എന്നുള്ള ഒരു വിളിപ്പേരിന് അദ്ദേഹം അർഹനാണ്. കേരളത്തിലെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളുടെ മകൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എക്കാലത്തെയും പിന്നെ എന്താ പറയുക, ഒരു മികച്ച സംഘാടകനെന്നോ നേതാവെന്നോ ലീഡർ എന്ന പേര് അദ്ദേഹത്തിന് മാത്രമാണ് ഇതുവരെ ആയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അത്രത്തോളം ജനസമ്മതനായ ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾ. ആ കരുണാകരൻ്റെ മകനായി വരുന്നു. ആ കരുണാകരൻ്റെ മകന് ലഭിക്കേണ്ട ഒരു പട്ടാഭിഷേകം ഒരു പക്ഷേ കെ മുരളീധരന് ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. തുടക്കം മുതൽ തന്നെ കെ മുരളീധരനോട് ഇവിടുത്തെ ഒരു വിഭാഗം തിരുത്തൽവാദികൾ എന്നറിയപ്പെടുന്ന കുറേയധികം നേതാക്കന്മാർ, ജി കാർത്തികേയനും കെ മുരളീധരൻ പിന്നെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള ഒരു പറ്റം നേതാക്കന്മാരുണ്ടായിരുന്നു. ഈ നേതാക്കന്മാർ അദ്ദേഹത്തോട് പുലർത്തി പോന്നിരുന്ന ഒരു സമീപനം, അതായത് കെ മുരളീധരനോട് പുലർത്തി പോകുന്നൊരു സമീപനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയും ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വടക്കാഞ്ചേരിയിൽ വരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും അപൂർവമായ ഒരു റെക്കോർഡിന് ഉടമയാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ടും ഇതേ കോൺഗ്രസ്സുകാർ ഇപ്പോഴും കെ മുരളീധരനെ ശക്തനായ നേതാവെന്ന് വാഴ്ത്തി പാടിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു വിരോധാഭാസം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു വിരോധാഭാസമാണ്. അല്ലാതെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ നോക്കൂ, കെ മുരളീധരനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരീക്ഷിച്ചത്, അന്ന് അദ്ദേഹം വടകര MP ആയിരിക്കുന്ന സമയത്ത് കെ മുരളീധരനോട് അവർ ആവശ്യപ്പെട്ടത് MP സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിക്കണമെന്നായിരുന്നു. കാര്യം നേമം എന്ന് പറയുന്നൊരു മണ്ഡലം അതുവരെ BJPക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നൊരു മണ്ഡലം, കോൺഗ്രസ് അല്ലെങ്കിൽ UDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു മണ്ഡലം, രാജഗോപാൽ ആദ്യമായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന, BJP ആദ്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു മണ്ഡലം, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് നേമം. ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം നേമത്തേക്ക് വന്ന് മത്സരിക്കുന്നത് തൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതാക്കി തീർക്കും എന്നുള്ള ഒരു തോന്നൽ എല്ലാ കാലത്തും ഈ നേമത്തേക്ക് വന്ന് മത്സരിക്കാൻ എല്ലാവരെയും വിലക്കിയത് അത് തന്നെയാണ്. അവിടേക്ക് ഒരുപാട് പേരുടെ കെ സുധാകരൻ്റെ പേര് പരിഗണിച്ചിരുന്നു, ഉമ്മൻചാണ്ടിയുടെ പേര് പരിഗണിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി അവിടെ ലോക്കായി പോകുമെന്നൊരു തോന്നൽ ഉമ്മൻചാണ്ടിക്ക് തന്നെ ഉണ്ടായി. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടി ആ കാലഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോഴേക്ക് അടുത്തൊരു 21-ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഉമ്മൻചാണ്ടി വലിയ തോതിൽ ഒരു ജനകീയ അടിത്തറ ഇല്ലാത്തൊരു നേതാവ് എന്നുള്ള നിലയിലേക്ക് ദുർബലനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇനി ഒരു വട്ടം കൂടിയേ തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ എന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ ജനങ്ങളെ കുത്തിയിളക്കി വിട്ടുകൊണ്ട് സ്വാഭാവികമെന്നോണം പുതുപ്പള്ളിയിൽ തന്നെ വീണ്ടും അദ്ദേഹം ഏറ്റവും ഒടുവിലത്തെ മത്സരം അദ്ദേഹം പുതുപ്പള്ളിയിൽ തന്നെ നടത്തി ജയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ കേരളത്തോട് വിട പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായേനെ. ആ നിലയിലേക്കാണ് ഉമ്മൻചാണ്ടിയെ നേമത്ത് പരിഗണിക്കാൻ അവർ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം നേമത്ത് മത്സരിക്കാതെ വിട്ടുപോകുന്നു. കെ സുധാകരന് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ വരുന്നു. പിന്നീട് ആണ് കെ മുരളീധരനെ വെച്ച് കിട്ടുന്നു. അപ്പോൾ കെ മുരളീധരനോട് പറയുന്നത്, നിങ്ങൾ രാജിവെക്കൂ, MP സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ വന്ന് മത്സരിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അതിന് അദ്ദേഹം വഴങ്ങിയില്ല. പക്ഷെ അവിടെ ഒരു ശക്തനായൊരു മത്സരാർത്ഥി ഇറക്കണം. കാര്യം പാർട്ടിക്ക്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇത്ര വോട്ടുകൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കണം. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു UDFന്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കാര്യം രാജഗോപാലും ശിവൻകുട്ടിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ മത്സരം നമ്മൾ പറയില്ലേ, ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ എത്താൻ പറ്റിയൊരു നേതാവ് വേണമായിരുന്നു അവിടെ. പക്ഷെ അന്നത് ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന് അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ അവിടേക്ക് എത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചു കെ മുരളീധരൻ കളം പിടിക്കും. കാര്യം അത്രത്തോളം
വ്യാപകമായ ഒരു പ്രചരണമാണ് കൊടുത്തത്. കെ മുരളീധരൻ വരുന്നു എന്ന് പറയുന്നൊരു വ്യാപകമായ പ്രചരണം കൊടുത്തെങ്കിലും പക്ഷെ അവിടെ വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുന്നൊരവസ്ഥ കെ മുരളീധരനുണ്ടായി. തന്നെ അതിൽ ഒരു മെച്ചമുണ്ടായത് എന്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ അവിടെ പരാജയപ്പെട്ടു എന്ന് തോന്നി ചോദിച്ചാൽ കൃത്യമായി വീഴേണ്ട വോട്ടുകൾ കോൺഗ്രസിലേക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കെ മുരളീധരൻ അവിടെ വന്ന് മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗുണം. അവിടെ വോട്ടുകൾ ഭിന്നിച്ച് BJP-യിലേക്ക് പോയില്ല. അതിനു മുമ്പുണ്ടായിരുന്നത് BJP വോട്ടുകൾ ഭിന്നിക്കുകയും ആ BJP-യിലേക്ക് കോൺഗ്രസിന്റെ വോട്ടുകൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയും എ ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിലേക്ക് നിയമം BJP-ക്ക് ആയിത്തീരുകയും ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് ശിവൻകുട്ടി ജയിക്കുന്നു, രണ്ടാം സ്ഥാനത്തേക്ക് കുമ്മനം രാജശേഖരൻ വരുന്നു, മൂന്നാം സ്ഥാനത്തേക്ക് ഈ പറയുന്ന കെ മുരളീധരൻ വരുന്നു. ഇങ്ങനെ ഒരു പാർട്ടി വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ആകർഷക ശക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് കെ മുരളീധരനെ പരിഗണിച്ചത്. അതിനുശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കോളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിജയിച്ച് കയറാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു സീറ്റ് തന്നെയാണ് വടകര. എന്നാൽ വടകരയിൽ അദ്ദേഹത്തെ നിർത്തിയില്ല. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നമ്മുടെ പത്മജ കോൺഗ്രസ് പാർട്ടി വിടുന്നതും BJP-യിലേക്ക് കയറുന്നതും. അവർക്കൊന്നും അവിടെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. അതിനുശേഷം അദ്ദേഹത്തെ ലോക്സഭയിൽ പെട്ടെന്ന് വടകരയിൽ നിന്ന് വലിച്ച് തൃശ്ശൂരിലേക്ക് കൊണ്ടെത്തുന്നു. തൃശ്ശൂരിലേക്ക് നോക്കൂ, അവിടെ VS സുനിൽകുമാർ മത്സരിക്കുന്നു, തൊട്ട് അടുത്തായി നിൽക്കുന്നത് സുരേഷ് ഗോപി മത്സരിക്കുന്നു, പിന്നെ TN പ്രതാപനെ മാറ്റിയിട്ട് പകരം അവിടെ കെ മുരളീധരനെ കൊണ്ടുവരുമ്പോൾ അവിടെ നേതൃത്വം മലക്കം മറിയുന്നു. മലക്കം മറിഞ്ഞുകൊണ്ട് കെ മുരളീധരന് പണി കൊടുക്കുന്നു. ഈ പണി കൊടുത്തതിന്റെ ഫലമായിട്ട് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അല്ലെ. എന്നിട്ട് സുരേഷ് ഗോപി അവിടെ വിജയിക്കുകയും ചെയ്യുന്നു. ഇതുണ്ടായ ഒരു ട്രാക്ക് നമ്മൾ നോക്കിയോളൂ. എവിടെയെങ്കിലും കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ മുരളീധരന് പിണങ്ങി പോകേണ്ടി വരുമെന്നു, ഇനി ഞാൻ മത്സരത്തിന് ഇല്ല എന്ന് തുറന്നു പറയേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകന് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പിണങ്ങിപ്പോവുകയും പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം അദ്ദേഹത്തിന്റെ പേര് ഉയർന്ന് കേട്ടെങ്കിൽ തന്നെയും അതൊന്നും പുള്ളി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേ ആയിരുന്നില്ല. ഇതിനകത്ത് തന്നെ പിന്നെ സതീശനുമായിട്ടൊരു പടലപ്പിണക്കം കെ മുരളീധരൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ വന്നു. സുധാകരൻ അതായത് ഇദ്ദേഹത്തിന്റെ എനിക്ക് ജന്മശതാബ്ദിക്ക് മറ്റുമാണെന്ന് തോന്നുന്നു നമ്മുടെ കെ കരുണാകരന്റെ സുധാകരനെ മാത്രം വിളിക്കുന്നു. സുധാകരൻ, ശശി തരൂർ, അതുപോലെ MK രാഘവൻ തുടങ്ങിയ നേതാക്കന്മാരെ മാത്രം വിളിക്കുന്നു. VD സതീശനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു പടലപ്പിണക്കം പോലും ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ വട്ടിയൂർക്കാവിലേക്ക് വന്ന് മത്സരിക്കാൻ പോവുകയാണ്. ആ വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കുമ്പോൾ നമുക്കറിയാം വട്ടിയൂർക്കാവിൽ 2 തവണ വിജയിച്ച ഒരു നേതാവ് കൂടിയാണ് കെ മുരളീധരൻ. അതിനുശേഷം ആ മണ്ഡലം പിടിച്ചടക്കിയത് പിന്നെ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന മൂന്നാം സ്ഥാനത്തായിരുന്നു TN സീമ ഒരു തവണ മത്സരിച്ചപ്പോൾ ഉണ്ടായത്. അവിടെ BJP RSS വോട്ടുകൾക്ക് ശക്തമായ ഒരു അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ. BJP വോട്ടുകൾക്ക് അല്ലെങ്കിൽ RSSന് ശക്തമായ സ്വാധീനമുണ്ട്. അതോടൊപ്പം നാലാഞ്ചിറ ആ മേഖലകളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നാലാഞ്ചിറ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവാനിയസ് കോളേജൊക്കെ നിൽക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ രൂപതയ്ക്ക്, അവിടുത്തെ സഭയ്ക്ക് ഒരു മേൽക്കൈയുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ സഭയും കെ മുരളീധരൻ തമ്മിൽ വലിയ തെറ്റിലൊന്നുമില്ല കേട്ടോ. അവർക്കൊക്കെ കെ മുരളീധരനോട് വലിയ താല്പര്യമാണ്, അവരുടെ ഒരു UDF നയം എന്നുള്ള നിലയിൽ നിന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലും കുറേയധികം വോട്ടുകൾ കിടപ്പുണ്ട്. എന്നാൽ ഈ കെ മുരളീധരൻ മാറി നിന്ന് ഈ കാലമുണ്ടല്ലോ, പകരം VK പ്രശാന്ത് എന്ന് പറയുന്നൊരു നേതാവ് MLA അവിടെ നിൽക്കുന്ന ആ സമയത്ത് VK പ്രശാന്ത് ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ VK പ്രശാന്ത് ചെയ്ത് ചെറുപ്പക്കാരെ കയ്യിലെടുക്കുന്ന ഒരു തന്ത്രം VK പ്രശാന്ത് എടുത്തു. അപ്പോൾ ചെറുപ്പക്കാരെ കയ്യിലെടുക്കുന്നു. ഇത് കൂടാതെ നാലാഞ്ചിറയിലെ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലെല്ലാം VK പ്രശാന്ത് ഒരു മുഖ്യ ഘടകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയും VK പ്രശാന്തിന് ഒരു പ്രാധാന്യം ഉണ്ടാക്കി. അതുപോലെ ഇനി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും VK പ്രശാന്തിന് നടത്താൻ കഴിഞ്ഞു. താൻ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്താനും വികസന പ്രവർത്തനങ്ങൾ അവിടേക്ക് എത്തിക്കാനും കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു MLA കൂടിയാണ് VK പ്രശാന്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി VK പ്രശാന്തിനുണ്ട്. അദ്ദേഹം മേയറായിരിക്കുന്ന കാലഘട്ടം മുതൽ തുടങ്ങി അദ്ദേഹത്തിന്റെ പൊതുജന സേവനം ഇപ്പോഴും അദ്ദേഹം ഒരു തട്ടും തടവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ല, അദ്ദേഹത്തിന്റെ പിന്നെ പരിപാടിയിൽ ആദ്യമായി അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവിടേക്ക് VS അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രചരണ രംഗത്തേക്ക് എത്തിയത്. VS അതിപ്പോഴും അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ VK പ്രശാന്തിന് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിൽ ആ മണ്ഡലത്തിലുണ്ട്. എന്നാൽ ഏറെക്കാലം 3ാം സ്ഥാനത്തായിരുന്നു അവിടെ CPM. TN സീമ എത്തുന്ന സമയത്ത് 3ാം സ്ഥാനമായിരുന്നു. ഇപ്പോൾ എന്നാൽ കോൺഗ്രസ് UDF 3ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു നിൽക്കുന്ന VV രാജേഷ് ആയിരുന്നു അവിടെ 2ാം സ്ഥാനത്ത് വന്നത്.
തുടർന്ന് മൂന്നാം സ്ഥാനത്തേക്ക് വീണ നായർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പൊ ഈ മൂന്നാം സ്ഥാനത്ത് നിന്നാണ് ഈ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശക്തിയുക്തം വേണ്ട ഒരു പ്രവർത്തനമായിരിക്കണം കെ മുരളീധരൻ ഇവിടെ കാഴ്ചവെക്കേണ്ടത്. നിലവിൽ കെ മുരളീധരൻ തുടക്കം മുതൽ തന്നെ, അതായത് തൃശ്ശൂരിൽ പരാജയപ്പെടുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കഴിഞ്ഞപ്പോൾ പുതുലേടി പ്രവർത്തന മണ്ഡലം നേരെ തിരുവനന്തപുരത്തേക്ക് മാറ്റി. അതായത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും അദ്ദേഹത്തിന് വീടുണ്ട്. അപ്പോൾ അതിലേക്ക് അദ്ദേഹം പ്രവർത്തനം നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും നമ്മൾ ആദ്യം കരുതി ആര്യനാട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാവുക, അല്ലെ ആര്യനാടായിരിക്കും അദ്ദേഹം കൂടുതലും ഇനിയും ഇറങ്ങി ചെല്ലുക എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ആര്യനാട് എത്തുന്നു, സാധാരണ പ്രവർത്തകരെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു, സാധാരണ പ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുന്നു, അങ്ങനെ തുടങ്ങി അങ്ങ് താഴേക്കിടയിലുള്ള പ്രവർത്തകരിലേക്ക്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? പിന്നെ ഇപ്പൊ കെ മുരളീധരനെ കാണുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ കെ മുരളീധരൻ വന്ന രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹം തരൂരിനെക്കാട്ടി വലിയൊരു ദേശീയ നേതാവാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ എന്തുകൊണ്ട് കെ സി വേണുഗോപാലൊക്കെ നിൽക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട ഒരാളാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരേണ്ട ഒരാളാണ് കെ മുരളീധരൻ, അല്ലാതെ ചെറിയ പുള്ളിയൊന്നും അല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് കെ മുരളീധരൻ പിന്നെ തഴഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്. ഒരു മുഖ്യമന്ത്രിയാകേണ്ട ആളാണ്. ഇന്ന് കെ സി വേണുഗോപാൽ നിൽക്കുന്ന അതേ സ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറിയിൽ പദത്തിലേക്ക് എത്തേണ്ട ഒരാളാണ്. ഒരു പക്ഷേ രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകേണ്ട ഒരാൾ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു നേതാവ് തന്നെയാണ്. പ്രാധാന്യം എന്ന് പറയുന്ന സാധനം കൊണ്ടുണ്ട്. പിന്നെ ആ പ്രാധാന്യത്തിന് അപ്പുറത്തേക്കായി പോയി അദ്ദേഹത്തിന്റെ നെഗറ്റീവുകൾ. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് സ്വാധീനമില്ലായ്മ വരുന്നു. നമുക്കറിയാം, ഇവിടെ നേരത്തെ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി, ഇതിനു മുമ്പ് കെ കരുണാകരനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവിടെ തിരുത്തൽവാദമായിരുന്നു. ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി ഇവിടെ ഹരിത MLA മാർന്നും പറഞ്ഞൊരു വിഭാഗം കൂടെ ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഇങ്ങനെ കോൺഗ്രസിനകത്ത് എന്നും ഇങ്ങനത്തെ ഓരോ കൂട്ടങ്ങളുണ്ടാവും. ഈ കൂട്ടത്തിലൊന്നും പെടാതെ നിൽക്കുന്ന ഒരാളാണ് ശരിക്കും ഈ കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ. ഉമ്മൻചാണ്ടിയെ വീഴ്ത്തേണ്ട കാലമായ സമയത്ത് പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാന്ന് വെച്ചാൽ പാർട്ടിയിൽ നിന്ന് കരുണാകരനും മുരളീധരനും പുറത്തേക്ക് പോകുന്നു. അന്ന് പക്ഷേ പത്മജ കോൺഗ്രസിനോടൊപ്പം നിന്നു. ഇവിടെ കോൺഗ്രസിനോടൊപ്പം പത്മജ നിന്നു. പക്ഷെ അച്ഛനും മോനും കൂടി വേറെ പാർട്ടി ഉണ്ടാക്കി ഡിക്കിലേക്ക് പോയി. അന്ന് പീതാംബരക്കുറുപ്പൊക്കെ അതിന്റെ വക്താക്കളായിരുന്നു. അവരൊക്കെ അതിനകത്തൊക്കെ പോവുകയും എന്നിട്ട് അവർ DIC എന്നുള്ള നിലയിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കുകയൊക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് DIC പാർട്ടി തന്നെ ഇല്ലാതായി. വീണ്ടും പിന്നെ അതിലുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം വീണ്ടും കോൺഗ്രസിലേക്ക്. ഇങ്ങനെ ഭയങ്കര ചരിത്രപരമായ ഒരുപാട് നാടകങ്ങൾക്ക് ശരിക്കും വേദിയായ ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കെ മുരളീധരൻ ഇങ്ങനെ കുറെ ചാട്ടങ്ങൾ ചാടിയത് കൊണ്ടും ഇവിടെ തകർത്ത് വാരിക്കൊണ്ട് പോകാൻ കുറേയധികം നേതാക്കന്മാർ വേറെ ഉള്ള സാഹചര്യത്തിലും ഒരിക്കലും ഒരിടത്തും എത്തിപ്പെടാതെ പോയ നേതാവ് തന്നെയാണ് കെ മുരളീധരൻ. മന്ത്രിസ്ഥാനം അയാളുടെ ചുണ്ടിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചെടുത്തുകൊണ്ട് പോയതാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു വൈദ്യുത വകുപ്പിലേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ പിന്നെ മന്ത്രിയാക്കിയത്. അവിടുന്ന് MLA ആവാത്തവൻ മന്ത്രിയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നിർത്തുന്നു, പരാജയപ്പെടുന്നു. മന്ത്രിയായി തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുന്ന ആദ്യത്തെയും അവസാനത്തെയും വ്യക്തി കെ മുരളീധരൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ പോലും സ്വന്തം പാർട്ടിക്കാരെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ശക്തിയുക്തം വാദിക്കുമെങ്കിൽ തന്നെയും ഇപ്പോഴും കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരത്തിന് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു അങ്കലാപ്പുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ RSSനും BJPക്കും ശക്തമായ ഒരു സ്വാധീനം ആ മേഖലയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ശ്രീലേഖ വരുമോ എന്നുള്ളത് അറിയില്ല. ഇനിയും നടൻ കൃഷ്ണകുമാറാണോ മത്സരിക്കുക എന്നുള്ളത് തമ്മിൽ തീരുമാനമായിട്ടില്ല. എങ്കിലും ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ശ്രീലേഖയെ തൽക്കാലം മത്സരിപ്പിക്കാൻ സാധ്യത കുറവാണ്. ഈ അടുത്ത സമയത്തായിട്ട് ശ്രീലേഖ പുലർത്തിപ്പോരുന്ന ചില നയങ്ങളുണ്ട്. അതായത് ഒരു BJP വിരുദ്ധത അവരുടെ എവിടെയൊക്കെയോ ഉണ്ട്, അഹങ്കാരമുണ്ട്. കാര്യം നമ്മൾ പിന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയ സമയം മുതൽ തന്നെ അവർ നരേന്ദ്രമോദിയോട് പോലും കാട്ടിയ ഒരു അനാദരവുണ്ട്. അതിനുശേഷം ഡൽഹിയിൽ പരിപാടി നടക്കുന്ന സമയത്ത് ഇവർക്കെല്ലാം വിരുന്ന് ഏർപ്പെടുത്തിയ സമയത്ത് പോലും ശ്രീലേഖ പോയില്ല എന്നുള്ളതാണ് കാര്യം. മേയറാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേയറാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെ BJPക്കാരുടെ ഒരു വാഗ്ദാനത്തിന്റെ പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചാൽ ശ്രീലേഖയ്ക്ക് മേയറാവാൻ എന്താണ് യോഗ്യത എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അവർ വെറും ഒരു കൗൺസിലർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ നടന്ന ഒരു നേതാവാണ് ശ്രീലേഖ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് മേയറായിരിക്കാൻ എന്താണ് യോഗ്യത എന്ന് എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. അപ്പം ശ്രീലേഖ വന്നാൽ അവിടെ കുറച്ചധികം വോട്ടുകൾ പിടിച്ചു മാറ്റാൻ സാധിക്കും. ഇപ്പം നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് ഏകദേശം ഒരു 30% താഴെ വോട്ടുകൾ പിടിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ 10, 20, 25% നിന്ന് വേണം വീണ്ടും
ഈ പറയുന്ന ഒരു 40%-ത്തിലേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 60%-50%-ത്തിലേക്കെങ്കിലും ഈ പറയുന്ന UDF വോട്ട് വർദ്ധിപ്പിക്കേണ്ടത്. അത് കെ മുരളീധരനെ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കേണ്ടി വരും. അതൊക്കെ ശരിക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് UDF ഒരു പാലം വലി നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ജയിക്കുന്നത് കെ മുരളീധരൻ ആയതുകൊണ്ടും കെ മുരളീധരനോടൊപ്പം ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെല്ലാം കെ മുരളീധരനോടൊപ്പം നിൽക്കും. അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന്റെ ലോട്ടെടുപ്പ് നടക്കുമ്പോൾ ആ ലോട്ടിലേക്ക് ഒരു ഒന്നാം പേരുകാരനായി വരാൻ യോഗ്യതയുള്ള ഒരു നേതാവ് കെ മുരളീധരനാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉമ്മൻചാണ്ടിക്ക് പകരമായി കഴിഞ്ഞ 2016 വരെയുള്ള കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ പറയുന്ന കെ മുരളീധരൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ ഒരു എതിരൊഴുക്ക് മുരളീധരൻ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യം ഇത്തവണ ഭരണം പിടിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമായതുകൊണ്ടും ഒരു സീറ്റ് വളരെ പ്രാധാന്യമുള്ളതായിട്ട് UDF കരുതുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു അടിയൊഴുക്ക് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അങ്ങനെ കൊടുത്താൽ തന്നെ കോൺഗ്രസ്സുകാരെ കുറിച്ച് നമുക്ക് വീണ്ടും മുരളീധരൻ തോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ വീണ്ടും പാലം വലിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നിലവിൽ ഇനി ഒരു തോൽവി കൂടി കെ മുരളീധരൻ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ കെ മുരളീധരൻ ഒന്നുകിൽ കോൺഗ്രസ് രാഷ്ട്രീയം വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു ഉദാത്തമായൊരു കാര്യം. ഉദാത്തമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ അത് വിട്ടുപോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി വിടുക, BJP-യിലേക്ക് പോകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പൊ BJP-യിലേക്ക് ചാടാനായിട്ട് നിൽക്കുകയാണെങ്കിൽ മുരളീധരൻ ഒന്നുകൂടി ആലോചിക്കണം. പത്മജ സ്വന്തം പെങ്ങള് BJP-യിലേക്ക് പോയിട്ട് എന്താണ് അവസ്ഥ, എവിടെയാണ് പത്മജയെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കെ മുരളീധരൻ മനസ്സിലാക്കിക്കൊണ്ട് വേണം മറ്റു നിലയും. അല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായ ഒരു എന്താ പറയുക, സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ വനവാസത്തിന് പോവാം. ഇല്ല, കെ മുരളീധരൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാര്യം ഇനി ഈ 5 വർഷം കൂടെ കഴിഞ്ഞാൽ കെ മുരളീധരൻ്റെ ഒരു ചാൻസ് കുറയുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം ഇതിലൂടെ പരാജയപ്പെട്ട കെ മുരളീധരൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പം അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ ശക്തമാകാനുള്ള സാധ്യത കൂടി ഈ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും.